ഹലോ എവ്രി വൺ, ഞാൻ ഇന്ന് എൻ്റെ അമ്മയുടെ കുടുംബക്കാവിലാണുള്ളത്. ഇവിടെ ഇന്നൊരു പൂജ നടക്കുന്നുണ്ട്. എല്ലാ വർഷവും കുംഭമാസത്തിലെ ആയില്യം നാൾ നടക്കുന്ന നാഗപൂജയാണിത്. ഇതിനോടനുബന്ധിച്ച് ഇവിടുത്തെ ദേവീ പ്രതിഷ്ഠയ്ക്ക് വേണ്ടിയിട്ട് പൊങ്കാലയും ഇടാറുണ്ട്. ഇവിടെ അതിന് കലങ്കരി എന്നാണ് പറയുന്നത്. നമ്മൾ ആറ്റുകാൽ പൊങ്കാല കണ്ടിട്ടില്ലേ, അതുപോലെ തന്നെ ഇവിടെ ആർക്ക് വേണമെങ്കിലും ഇവിടെ വന്നിട്ട് പൊങ്കാല ഇടാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയ കലവും പിന്നെ പായസം വെക്കാനുള്ള അരിയും സാധനങ്ങളും ഒക്കെ ആയിട്ട് എല്ലാവരും ഇവിടെ വന്ന് അടുപ്പൊക്കെ കൂട്ടി റെഡിയായി നിൽക്കും. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് നമ്പൂതിരി ആദ്യം തറവാട്ടിലെ മൂത്ത അവകാശിയുടെ അടുപ്പിനാണ് ആദ്യം തീ കൊടുക്കുക. കുറച്ച് വർഷങ്ങളായിട്ട് എൻ്റെ അമ്മമ്മയ്ക്കാണ് അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വർഷം അമ്മമ്മയ്ക്ക് വരാൻ പറ്റിയില്ല. അപ്പോൾ അമ്മമ്മയ്ക്ക് ശേഷം വരുന്ന മൂത്ത ആൾ ആരാണോ അവരുടെ അടുപ്പാണ് ഈ വർഷം ആദ്യം കൊളുത്തിയത്. പിന്നീട് നമ്പൂതിരി ഓരോ അടുപ്പും പോയി ഇങ്ങനെ അവരുടെ വിളക്കുന്ന് തിരികെടുത്ത് ഓരോ അടുപ്പും കത്തിച്ചു കൊടുക്കും. ഇനി ഈ പായസം ഉണ്ടാക്കുന്നവരെ അവരിങ്ങനെ ദേവീ മന്ത്രം ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും. ഈ പായസം ഉണ്ടാക്കുന്നത് എൻ്റെ മാമിയാണ്. അപ്പം ഞങ്ങളെല്ലാവരും അക്ഷമരായി ആ കലത്തിലോട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, പായസം നന്നാവണേ എന്ന പ്രാർത്ഥനയോടെ. നമുക്ക് ശരിക്കും എല്ലാ പായസവും ടേസ്റ്റ് ചെയ്യാം. കാരണം ഇവിടെ പായസം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്പൂതിരി വന്ന് ഇവിടെ എല്ലാ കലത്തുനിന്നും കുറച്ച് പായസം എടുത്തിട്ട് ആണ് ദേവിക്ക് നിവേദ്യമായിട്ട് സമർപ്പിക്കുക. പിന്നെ പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം ദേവിക്ക് സമർപ്പിച്ച ആ നിവേദ്യം അവിടെ വന്ന എല്ലാവർക്കും കൊടുക്കും. അപ്പം നമുക്ക് കിട്ടുക ഒരു മിക്സഡ് പായസമായിരിക്കും. എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാതെ അന്തം വിട്ട് നോക്കിയിരിക്കുകയാണ് ധ്രുവട്ടൻ. അവൻ ആദ്യമായിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ഇവിടെ എല്ലാവരും നാഗപൂജയുടെ പ്രസാദം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം മെയിൻ ആളായിട്ടിതാ മാമി മുമ്പ് തന്നെ ഉണ്ട്. ഞാനൊന്ന് കറങ്ങി വന്നപ്പോഴേക്കും പായസം എല്ലാം അടുത്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അവർ വന്ന് എല്ലാ കലത്തുനിന്നും കുറച്ച് പായസം എടുത്ത് ദേവി വിഗ്രഹത്തിന് മുമ്പിൽ പ്രസാദമായിട്ട് വെക്കും. പിന്നെ നമുക്ക് അവിടെയുള്ള എല്ലാ വിഗ്രഹങ്ങളിലും പോയി പ്രാർത്ഥിക്കാനുള്ള സമയമാണ്. പിന്നെ ഇവിടെ ഒരു ചടങ്ങാണ് തിരി ഒഴിഞ്ഞ് വെക്കുക എന്നുള്ളത്. അത് അവിടെ നമ്മുടെ വിഗ്രഹത്തിന് മുമ്പിൽ കുറേ തിരികൾ വെച്ചിട്ടുണ്ടാവും. അതിലൊന്ന് എടുത്ത് കത്തിച്ച് നമ്മുടെ മനസ്സിലൊരാഗ്രഹം പറഞ്ഞുകൊണ്ട് നമ്മളത് 3 പ്രാവശ്യം നമ്മുടെ തലയിൽ ഒഴിഞ്ഞിട്ട് അവിടെ അണയാതെ തിരി വയ്ക്കുക. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചൊക്കെ വരുമ്പോഴേക്കും അവിടെ പായസം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് ഒരു വാഴയിലൊക്കെ സംഘടിപ്പിച്ച് ഞങ്ങളതിൽ പായസം വാങ്ങി. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കിട്ടുന്ന ഒരു സ്പെഷ്യൽ പ്രസാദവും കഴിച്ചു. അരി കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേകതരം അപ്പമാണ്. നമ്മുടെ ശബരിമലയിൽ നിന്നൊക്കെ കിട്ടുന്ന കടിച്ചാൽ പൊട്ടാത്ത അപ്പം ഇല്ലേ, അതുപോലൊരു ഐറ്റം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ഇനി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.